ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC, LP, UP, LGS പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ്? ലെക്സി ആണ്. ഏതാണ്? ലെക്സി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ആണ് ലെക്സി. ഏതാണ്? ലെക്സി. അടുത്ത ചോദ്യം മലയാള TV രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശ്യാമപ്രസാദ് ആണ്. എന്താ ചോദ്യം? മലയാള TV രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ശ്യാമപ്രസാദ് ആണ്. ആരാണ്? ശ്യാമപ്രസാദ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം പരീക്ഷാകാലത്ത് മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച സൗജന്യ കൗൺസിലിംഗ് സംവിധാനം. പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച സൗജന്യ കൗൺസിലിംഗ് സംവിധാനം ഏതാണ്? മനോദർപ്പൺ. ഏതാണ്? മനോദർപ്പൺ. പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. മനോദർപ്പൺ. അടുത്ത ചോദ്യം സാംസ്കാരിക വകുപ്പ് അടുത്തിടെ തയ്യാറാക്കിയ നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? സാംസ്കാരിക വകുപ്പ് അടുത്തിടെ തയ്യാറാക്കിയ നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ളതാണ് സാംസ്കാരിക വകുപ്പ് അടുത്തിടെ തയ്യാറാക്കിയ നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജനിതക വിധങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന ജിനോ ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനിതക വിധങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന ജിനോ ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം. അടുത്ത ചോദ്യം അമേരിക്കൻ ജില്ലാ കോടതികളിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ. അമേരിക്കൻ ജില്ലാ കോടതികളിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ഷമാ ഹക്കീം. ആരാണ്? ഷമാ ഹക്കീം. അമേരിക്കൻ ജില്ലാ കോടതികളിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ഷമാ ഹക്കീം. അടുത്ത ചോദ്യം അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി സ്വയം പ്രതിരോധ മുറകൾ പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ പരിശീലന പദ്ധതി ഏതാണ്? ജ്വാല. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി സ്വയം പ്രതിരോധ മുറകൾ പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ പരിശീലന പദ്ധതിയാണ് ജ്വാല. ഏതാണ്? ജ്വാല. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഏതാണ്? ഹരിയാന. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രാ എക്സ്പോയായ കൺവെൻഷൻസ് ഇന്ത്യ എക്സ്പോക്ക് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രാ എക്സ്പോയായ കൺവെൻഷൻസ് ഇന്ത്യ എക്സ്പോക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ഏതാണ്? ടെറാൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ആണ് ടെറാൻ. ടെറാൻ ആണ്. അടുത്ത ചോദ്യം ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ 2023 മാർച്ചിൽ അംഗത്വം നേടിയ രാജ്യം.
ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ 2023 മാർച്ചിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഈജിപ്ത്. ഏതാണ്? ഈജിപ്ത് ആണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ 2023 മാർച്ചിൽ അംഗത്വം നേടിയത്. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ വിനോദയാത്ര ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ വിനോദയാത്ര ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ദി ട്രാവലർ. ഏതാണ്? ദി ട്രാവലർ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ വിനോദയാത്ര ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ദി ട്രാവലർ. അടുത്ത ചോദ്യം, ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണ്? എന്താ ചോദ്യം? ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണ്? ആരുടെയാണ്? ഇന്നസെന്റിന്റെ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. അടുത്ത ചോദ്യം, പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ പഞ്ചായത്ത് ഏതാണ്? അയിരൂർ ആണ്. രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ പഞ്ചായത്താണ് അയിരൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൊടുപുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് തൊടുപുഴയിലാണ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതി. 2023 ഏപ്രിലിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. അടുത്ത ചോദ്യം, 2023 നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം. 2023 നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ്. 2023 നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യമാണ് മലേഷ്യ. ഏതാണ്? മലേഷ്യ. ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ്. ഇനി വരാനിരിക്കുന്ന എക്സാമുകളായ LDC, LGS, CPO പോലുള്ള എക്സാമുകൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയർ ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒരു ചോദ്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്